കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുമായിട്ട് ദൈവവചനത്തിൽ നിന്നൊരു ചെറിയ ചിന്ത പങ്കുവെക്കുവാൻ ലഭിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ചിന്ത ഇതാണ്: നമ്മളെപ്പോഴെങ്കിലും നമ്മൾ ആരാധിക്കുന്ന ദൈവം തന്നെയാണോ ശരി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദൈവം ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ചില പ്രായങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ചില സമയങ്ങളിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ ചിന്തിച്ചേക്കാം, അല്ലേ? ഞാൻ ഉറപ്പ് പറയുന്നില്ല, പക്ഷെ നിങ്ങളിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണക്റ്റ് ആവും. അപ്പോൾ ഈ ഒരു വചനം നിങ്ങൾ ചിന്തിക്കുക. സങ്കീർത്തനം 14-ന്റെ 2-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർ ബുദ്ധിമാനാണ്. നമ്മൾ ചെറുപ്പം മുതൽ കേട്ട കാര്യങ്ങൾ, ചെറുപ്പം മുതൽ ചെയ്തു വരുന്ന രീതികൾ അതുതന്നെയാണ് ശരി, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയും നമ്മൾ വിചാരിക്കും. കാരണം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് വിഭാഗത്തിൽ പോയാലും, ഏത് മതത്തിൽ പോയാലും, ഏത് സഭകളിൽ പോയാലും, അവിടെയുള്ളവരെല്ലാം 100% അവരുടെ വിശ്വാസമാണ് ശരിയെന്ന് കരുതുന്നവരാണ്. അവരുടെ വിശ്വാസമാണ് 100% ശരി എന്ന് കരുതുന്നവരാണ്. അപ്പോൾ അതിലൊരു കൂട്ടരാണോ നമ്മൾ എന്ന് സ്വയം ഇടയ്ക്ക് ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ദൈവം ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ ദൈവം എങ്ങനെയുള്ളവനാണ്, അല്ലെങ്കിൽ ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? അപ്പോൾ സദൃശവാക്യത്തിൻ്റെ 1-23 പറയുന്നു: എൻ്റെ ശാസന കേട്ട് അനുദപിക്കുക, അപ്പോൾ എൻ്റെ ഹൃദയം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം അറിയാൻ ഒരു വ്യക്തിക്ക് കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വ്യക്തി ദൈവത്തെ അറിയുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുവാൻ പറ്റുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി. നമ്മൾ ആരാധിക്കുന്ന രീതി തന്നെയാണോ ശരി? ദൈവം അതാണോ പ്രതീക്ഷിക്കുന്നത്? കാരണം പഴയ നിയമത്തിൽ യാഗങ്ങളെ കൽപ്പിച്ചു കൊടുത്ത ദൈവം ഒടുവിൽ ഇസ്രായേൽ ജനത്തോട് ചോദിക്കുന്നൊരു ചോദ്യം വളരെ ചിന്തനീയമാണ്: നിങ്ങളോട് ഇതൊക്കെയും ചോദിച്ചത് ആർ? അപ്പോൾ സമയത്തിൻ്റെ പരിമിതി മൂലം ഞാൻ എല്ലാ വാക്യങ്ങളും ഉദ്ധരിക്കുന്നില്ല. പക്ഷേങ്കിൽ നിങ്ങൾ ചിന്തിക്കുക സഹോദരങ്ങളെ, ഈ ദൈവവചനത്തിൻ്റെ അകത്ത് നമ്മൾ നമുക്ക് മുഴുവനായിട്ട് അറിയുമോ ബൈബിൾ? അല്ലെങ്കിൽ അതിൻ്റെ അകത്തളങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ദൈവം എഴുതി വച്ചിരിക്കുന്നത്? അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് മർമ്മങ്ങൾ എന്ന് പറഞ്ഞ് തന്നെ പൗലോസ് എഴുതിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ മർമ്മങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ബൈബിളിൻ്റെ ഉള്ളടക്കത്തിൽ എത്രയോ കാര്യങ്ങൾ നമ്മൾ അറിയാത്തതായിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ നിങ്ങൾക്ക് ഇപ്പോൾ മടുപ്പുള്ളവരാണോ? അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സംശയത്തോടെയാണോ ദൈവസന്നിധിയിൽ ചെല്ലുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ ആരാധിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണോ ശരി എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥ പാതയിലാണ്. കാരണം നിങ്ങൾ ദൈവം ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ ദൈവം തന്നെയാണോ ശരിയെന്ന്, എവിടെയാണ് തെറ്റ്, അല്ലെങ്കിൽ എവിടെയാണ് ശരി എന്നൊക്കെയും നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു നല്ല രീതിയാണ്. പക്ഷേങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം, എബ്രായർക്ക് എഴുതിയ ലേഖനം 6-1 വായിക്കുമ്പോൾ അവിടെ കുറേ നിർജീവ പ്രവൃത്തികളെക്കുറിച്ച് എഴുതിയിട്ട്, മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, അങ്ങനെ മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് പൗലോസ് പറയുന്നൊരു കാര്യം എൻ്റെ ഹൃദയത്തിൽ വളരെ തൊട്ട ഒരു കാര്യമാണ്. ഇതൊക്കെയും ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള ആദ്യ വചനങ്ങളാണ്. അപ്പോൾ നമ്മുടെ സഭകളിൽ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ വലിയ പ്രാധാന്യത്തോടുകൂടി പ്രസംഗിക്കുന്ന ഇത്തരം കാര്യങ്ങൾ വെറും ആദ്യ വചനങ്ങളാണ് എന്ന് തിരിച്ചറിയുന്നത് ഒരു വഴിത്തിരിവാണ്. കാരണം ഇതിനേക്കാൾ അപ്പുറമായിട്ട് ബൈബിളിൽ എന്തോ ഒന്ന് മറഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ പൗലോസ് പറയുന്നു, പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് സദൃശവാക്യത്തിൽ നിന്നും ചൂണ്ടിക്കാണിച്ചത്: ദൈവത്തിൻ്റെ ഹൃദയം അറിയുക. അപ്പോൾ 2-ാമത്തെ അധ്യായങ്ങളാണെങ്കിലും നിങ്ങൾ വായിക്കുമ്പോൾ സദൃശവാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: വെള്ളിയെപ്പോലെ, നിക്ഷേപങ്ങളെപ്പോലെ നിങ്ങൾ അതിനെ തിരയുക. അപ്പോൾ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ ആത്മീയ ജീവിതം എങ്ങനെ പോകുന്നു എന്ന് എനിക്ക് അറിയില്ല. പക്ഷെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഈ വചനം കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തോടടുത്ത് വരുവാൻ നിങ്ങൾ എന്തെങ്കിലും പരിജ്ഞാനപൂർത്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ അറിവുകളെയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ പരിജ്ഞാനപൂർത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാവും. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ഷണ്ണൻ്റെ അടുത്തേക്ക് ദൈവദാസനെ അയക്കുന്നത് പോലെ, ദൂതനാണ് അല്ലേ ദൈവദാസനെ അങ്ങോട്ടേക്ക് അയക്കുന്നത്. അപ്പോൾ ഫിലിപ്പോസിനെ അങ്ങോട്ടേക്ക് അയക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമാണ് ആ ഷണ്ണൻ്റെ അടുത്തേക്ക് എത്തിയത്. കാരണം അവൻ വായിക്കുന്നതൊന്നും അവൻ ഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഇത്തരം ചിന്തകളിൽ നിങ്ങൾ ആശയക്കുഴപ്പത്തിലാണ് എങ്കിൽ, ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയിൽ, ആത്മീക ജീവിതത്തിൽ ആശയക്കുഴപ്പത്തിലാണെങ്കിൽ, ഞാൻ ഒരു നിമിഷം കൊണ്ട് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ജ്ഞാനത്തിനും വിവേകത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ
വലിയ മാറ്റങ്ങളെ കൊണ്ടുവരും. ആമേൻ.